ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ഭഗത് സിംഗ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഭഗത് സിംഗ് ആണ് ആദ്യമായി വിളിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റഗോംഗിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? ഉത്തരം സൂര്യ സെൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റഗോംഗിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവാണ് സൂര്യ സെൻ. മുംബൈ നാവിക കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1946. 1946 മുംബൈ നാവിക കലാപം നടന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശിപ്പായി ലഹള. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപ്പായി ലഹള നടന്നത്. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ കേളപ്പൻ. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനാൽ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി. ഏതാണ് ആ ക്ഷേത്രം? ഉത്തരം മധുര മീനാക്ഷി ക്ഷേത്രം. ഹരിജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രപ്രവേശനം അനുവദിച്ചപ്പോൾ തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഉത്തരം ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. മഹാത്മാഗാന്ധി കുറച്ചു കാലം ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ. മഹാത്മാഗാന്ധി ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം? ഉത്തരം 1948. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948. ഇന്ത്യ സ്വതന്ത്രമായത് എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ്? ഉത്തരം പഴശ്ശിരാജ.
കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവാണ് പഴശ്ശിരാജ. ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? ഉത്തരം ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായികയാണ് അരുണ ആസഫ് അലി. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വർഷം? ഉത്തരം 1837. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ചത് 1837-ലാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1942. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് 1942-ലായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം ബംഗാൾ ഗസറ്റ്. 1780 പുറത്തിറങ്ങിയ ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. കാശ്മീരിലെ ഉരുക്കു വനിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം ഉൽപ്പാല രാജ്ഞി. കാശ്മീരിലെ ഉരുക്കു വനിത എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഉൽപ്പാല രാജ്ഞി. 50 വർഷക്കാലത്തോളം ഉൽപ്പാല രാജ്ഞി കാശ്മീരിനെ ഭരിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് റോബർട്ട് ക്ലൈവ് ആണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1930-നുള്ള പ്രാധാന്യം എന്താണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം നടന്നു. 1930-ലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഝാൻസി റാണി. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഝാൻസി റാണി ആയിരുന്നു. ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത്. മഹാത്മാഗാന്ധി ജനിച്ചത് ഗുജറാത്തിലാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവ്? ഉത്തരം വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവാണ് വിനോബ ഭാവെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം മൈസൂർ. ടിപ്പു സുൽത്താൻ മൈസൂർ ദേശത്തെ ഭരണാധികാരിയായിരുന്നു. ബംഗാൾ വിഭജനം നടന്ന വർഷം? ഉത്തരം 1905. 1905-ലാണ് ബംഗാൾ വിഭജനം നടന്നത്.
ഒടുവിലായി ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോയ വിദേശീയർ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. അവസാനമായി ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോയ വിദേശീയരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് വില്യം ബെന്റിക് പ്രഭുവാണ്.